ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു ഐബ്രോ ട്യൂട്ടോറിയലാണ്. അതായത് നമ്മുടെ ഒട്ടും കട്ടിയില്ലാത്ത പിരികം എങ്ങനെ നമുക്ക് നല്ല കട്ടിക്ക് നാച്ചുറൽ ഐബ്രോസ് പോലെ തന്നെ ഫിൽ ചെയ്തെടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോ. ആദ്യം തന്നെ നമുക്കൊരു ഐബ്രോ പെൻസിൽ എടുക്കാം. എന്നിട്ട് നമ്മുടെ പുരികത്തിൻ്റെ തുടക്കത്തിൽ നിന്ന് കുറച്ച് വിട്ടിട്ട് അവിടുന്ന് മുതലാണ് നമ്മൾ എഴുതി തുടങ്ങേണ്ടത്. അവിടുന്ന് പുറത്തേക്ക് കുറച്ച് കട്ടിക്ക് തന്നെ നമ്മൾ ഈ ഐബ്രോ പെൻസിൽ വെച്ചിട്ട് മുകളിലും താഴെയും പുരികത്തിൻ്റെ ഔട്ടർ ലൈന് ഡിഫൈൻ ചെയ്ത് കൊടുക്കുക. അങ്ങനെയാകുമ്പം നമ്മുടെ പുരികത്തിൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അതിനുശേഷം നമ്മൾ ഈ അതേ ഐബ്രോ പെൻസിൽ വെച്ചിട്ട് തന്നെ ഈ പുരികത്തിൻ്റെ ഔട്ടർ ലൈന് ഡിഫൈൻ ചെയ്തിട്ടില്ലേ, അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ ഐബ്രോ പെൻസിൽ വാങ്ങിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, പിഗ്മെൻറ്റേഷൻ കുറഞ്ഞിട്ടുള്ള, അതായത് നമ്മൾ എഴുതുമ്പോൾ ഇങ്ങനെ ക്രീമി ആയിട്ട് എഴുതാത്ത തരത്തിലുള്ള ഐബ്രോ പെൻസിൽ ചൂസ് ചെയ്യുക. അങ്ങനെ ക്രീമി ആയിട്ട് എഴുതുന്ന ഒരു ഐബ്രോ പെൻസിലാണെങ്കിൽ, അതായത് പിഗ്മെൻറ്റേഷൻ ഉള്ള ഒരു ഐബ്രോ പെൻസിലാണെങ്കിൽ നമ്മൾ ഇതുപോലെ പിരികെ എഴുതുമ്പം ഒന്നായിട്ട് ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ വരച്ച് വെച്ച് കൊടുക്കുന്ന പോലെ അതുപോലെ ഐബ്രോസ് ഉണ്ടാവും. അതുകൊണ്ടാണ് പിഗ്മെൻറ്റേഷൻ കുറഞ്ഞ ഒരു ഐബ്രോ പെൻസിൽ ചൂസ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ പിരികത്തിൽ ഒരു ഒഴിഞ്ഞ മസ്കാരയുടെ ബ്രഷ് വെച്ചിട്ട് ഒന്ന് ചീകി കൊടുക്കാം. ഇങ്ങനെ ചീകി കൊടുക്കുമ്പോൾ നമ്മുടെ പിരികത്തിന് ഒരു നാച്ചുറൽ ലുക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ നമ്മൾ വരച്ചിട്ടുള്ള അതൊന്ന് നന്നായിട്ട് ബ്ലെൻഡായി കിട്ടാനും ഇത് ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്ക് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഐ ഷാഡോ പാലറ്റിൽ നിന്ന് ഒരു ബ്ലാക്ക് കളർ ഐ ഷാഡോ എടുത്തിട്ട് ഈ സ്പൂളിൽ വെച്ചിട്ട് തന്നെ അത് നമ്മുടെ പിരികത്തിൽ വെച്ച് കൊടുക്കാം. ഇങ്ങനെ ചീകി കൊടുത്താൽ മതി. അപ്പം ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ പിരികം എഴുതിയത് കുറേ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഇരിക്കാനും പിന്നെ പിരികത്തിന് നല്ല കളറ് കിട്ടാനും പിന്നെ നാച്ചുറൽ ഒരു ഫിനിഷ് വരാനും ഒക്കെ ഇങ്ങനെ എഴുതി കൊടുക്കുന്നതുകൊണ്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇങ്ങനെ എഴുതി കൊടുക്കുമ്പോൾ മാത്രമാണ് നമ്മൾ നമ്മുടെ പിരികത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് സ്പൂളി കൊണ്ട് ജസ്റ്റ് ഒന്ന് കളർ ചെയ്ത് കൊടുക്കുന്നത്. അല്ലാണ്ട് ഒരിക്കലും നമ്മൾ ഐബ്രോ പെൻസിൽ വെച്ചിട്ട് നമ്മുടെ പിരികത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് എഴുതാനേ പാടില്ല. ഈ ഐ ഷാഡോ പ്രോഡക്റ്റ് വെച്ചിട്ട് മാത്രമേ ഫ്രണ്ട് ഭാഗം ഫില്ല് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ നമുക്ക് നമ്മുടെ പിരികത്തിൻ്റെ നടുഭാഗത്തായിട്ട് ഇതേ ഐ ഷാഡോ പ്രോഡക്റ്റ് വെച്ചിട്ട് നല്ല കട്ടിക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും നമ്മുടെ പിരികം വരച്ച് വെച്ചതാണെന്ന് തോന്നില്ല. ഇനി നമ്മൾ നമ്മുടെ ഐ ഷാഡോ പാലറ്റിൽ നിന്ന് ഏതെങ്കിലും ഒരു ഹൈലൈറ്റിംഗ് കളർ എടുത്തിട്ട് നമ്മുടെ ഐബ്രോസ് വരച്ചതിന് താഴെയായിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഐബ്രോസ് ഒന്നും കൂടെ എടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഐബ്രോസിന് കൂടുതൽ ഷേപ്പും തോന്നിക്കും. അപ്പോൾ രണ്ട് പിരികം തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ രണ്ട് പിരികവും ഇതുപോലെ ഫില്ല് ചെയ്തിട്ടുണ്ട്. നമുക്ക് നാച്ചുറൽ ലുക്ക് തന്നെയാണ് ഇങ്ങനെ ഫില്ല് ചെയ്യുമ്പോൾ കിട്ടുക. ഒരിക്കലും നമ്മുടെ പിരികം വരച്ച് വെച്ചതാണെന്ന് ആർക്കും മനസ്സിലാവില്ല. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.